ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഹായ് ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ ഇനി ഒരു ഇയർ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടും ഡോക്ടർ ആകണം എന്നൊരു ആഗ്രഹം കൊണ്ടാണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്? അതോ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ ഇപ്പോഴത്തെ റിസൾട്ടിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു കാരണമാണോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ജെന്യുവൻ ആയിട്ട് ഡോക്ടർ ആണെന്നൊരു പാഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ ഈ ഒരു 1 ഇയർ എന്താ പറയാ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഷ്ടപ്പെടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റോടു കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു 10-12 മാസത്തേക്കിന് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം എന്നൊരു ഉറപ്പുണ്ടോ? വേറെ ആരും പുറകിൽ നിന്ന് പുഷ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇന്ന് എനിക്ക് പഠിക്കണം, ആരും പറയാത്ത പല സാക്രിഫൈസസും, അതായത് നിങ്ങൾക്ക് വീട്ടിലെ പല കല്യാണങ്ങൾക്കും പോകാൻ പറ്റത്തില്ല, പല പല ഫെസ്റ്റിവൽസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, ഇപ്പം ഓണം, ക്രിസ്മസ്, ഈദ്, ഇതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ഒരു ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ നീറ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇനി അടുത്തൊരു ചാൻസ് കിട്ടിയാൽ നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് പറ്റും, ഇതല്ല എന്റെ മാക്സിമം, നിങ്ങൾക്ക് ഇനിയും വർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടോ? അതോ നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം കുറെ കൂടി എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമുണ്ട് നിങ്ങളുടെ റിപ്പീറ്റിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, അടുത്ത ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഒരു കംപ്ലീറ്റ് പ്ലാൻ നിങ്ങളുടെ അടുത്തുണ്ടോ? അതോ ജസ്റ്റ് ബിക്കോസ് 1 ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഇതെല്ലാം മാജിക്കലി ഓക്കെ ആവും, അടുത്ത വർഷം എനിക്ക് നീറ്റിന് നല്ലൊരു റാങ്ക് കിട്ടും, ഇങ്ങനെ ഒരു ചിന്തയിലായിരിക്കില്ലല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ തന്നെ ഒരു കൃത്യമായ പ്ലാനോട് കൂടി ഫ്രം ദ വെരി ബിഗിനിങ് നിങ്ങൾ വർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 5, ഈ വർഷം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അത് ആദ്യം കണ്ടുപിടിക്കുക. എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ഈ വർഷം ഉണ്ടാക്കിയത്, അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം പഠിക്കാൻ പറ്റും നീറ്റിന് വേണ്ടി എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ലൈഫിനെ കഴിഞ്ഞിട്ടും ഈ MBBS നീറ്റോ ഒന്നും തന്നെ മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ റിപ്പീറ്റർ കോഴ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കാണുന്നുണ്ട് ഇപ്പൊ പലയിടത്ത് പിള്ളേര് സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ ആൾക്കാരുടെ അടുത്തൊന്ന് സഹായം തേടുക. ഇപ്പൊ ഫ്രണ്ട്സിനോട് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രശ്നങ്ങൾ, ടീച്ചേഴ്സിനോട് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിനോട് പറയുക. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആ പോയ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ അത് പോട്ടെ, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ആ 1 വർഷം പോയതിനെ സൂയിസൈഡ് ചെയ്യുന്നത് വെറുതെ മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്, ഇങ്ങനെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ. ഇത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. അടുത്ത എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റിപ്പീറ്റർ ജേർണിയെ പറ്റിയിട്ടായിരിക്കും. അപ്പോ ബൈ ദെൻ, ബൈ ബൈ.